അവൾ എന്നും അവന് പ്രിയപ്പെട്ടവളായിരുന്നു. അതായിരിക്കാം തന്റെ ജടയ്ക്കുള്ളിൽ അവളെ ഒളിപ്പിച്ചു വെച്ചത്. പ്രാണന്റെ പാതി എന്ന് പറയപ്പെടുന്ന പാർവതിക്ക് തന്റെ വിരൽ കൊണ്ട് പോലും അറിയാനാകാത്ത ഒരിടം. പൗരുഷത്തിന്റെ അടയാളമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആ മഹനീയമായ ശിരസിൽ അവൾക്ക് മാത്രമായി ഒരിടം ഒരുക്കി വെച്ചുവെങ്കിൽ അവൻ അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ ഗംഗയോ കൊതിയായിരുന്നു അവൾക്കും അവന്റെ മൂർത്താവിനെ കുളിരണിയിക്കാൻ, അലസമായ അവന്റെ ജടയിലൂടെ ഭ്രാന്തമായി ഒഴുകി നടക്കാൻ, അവൻ എന്നും കുളിരേകാൻ, തന്റേതാകില്ലെന്നറിഞ്ഞിട്ടും പവിത്രമായ ചില കണങ്ങളായി തന്റെ പ്രണയത്തെ നിസ്വാർത്ഥമായി അവനിൽ പെയ്തിറക്കുവാൻ. അവൾ എന്നും അവന് പ്രിയപ്പെട്ടവളായിരുന്നു. അതായിരിക്കാം തന്റെ ജടയ്ക്കുള്ളിൽ അവളെ ഒളിപ്പിച്ചു വെച്ചത്. പ്രാണന്റെ പാതി എന്ന് പറയപ്പെടുന്ന പാർവതിക്ക് തന്റെ വിരൽ കൊണ്ട് പോലും അറിയാനാകാത്ത ഒരിടം. പൗരുഷത്തിന്റെ അടയാളമെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആ മഹനീയമായ ശിരസിൽ അവൾക്ക് മാത്രമായി ഒരിടം ഒരുക്കി വെച്ചുവെങ്കിൽ അവൻ അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ ഗംഗയോ കൊതിയായിരുന്നു അവൾക്കും അവന്റെ മൂർത്താവിനെ കുളിരണിയിക്കാൻ, അലസമായ അവന്റെ ജടയിലൂടെ ഭ്രാന്തമായി ഒഴുകി നടക്കാൻ, അവൻ എന്നും കുളിരേകാൻ, തന്റേതാകില്ലെന്നറിഞ്ഞിട്ടും പവിത്രമായ ചില കണങ്ങളായി തന്റെ പ്രണയത്തെ നിസ്വാർത്ഥമായി അവനിൽ പെയ്തിറക്കുവാൻ.